ഹായ് മുത്തുമണികളെ, അസ്സലാമു അലൈക്കും. നമ്മൾ ഈദ് സ്പെഷ്യൽ ബിരിയാണിയാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് ആദ്യം നമ്മൾ സവോള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് വഴണ്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിലേക്ക് നമ്മൾ കുറച്ച് പൊടികളൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഗരം മസാല, മഞ്ഞൾപ്പൊടി, മസാലപ്പൊടി ഇത്രയും കൂടി ആഡ് ചെയ്തതാണ്. ഇത് നമ്മുടെ റൈസാണ്. റൈസ് നമ്മൾ വേറെ ഇങ്ങനെ വേവിച്ചുകൊണ്ടിരിക്കുകയാണ്. റൈസ് വെന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് മറ്റേ മസാലയിലേക്ക് നമുക്ക് ദമ്മിടണം. അപ്പോൾ ഇത് മസാലയിലേക്ക് കുറച്ച് തക്കാളി ചോപ്പ് ചെയ്ത് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സായി നന്നായിട്ട് വഴണ്ട് വരുമ്പോഴത്തേക്കും നമ്മൾ ചിക്കൻ നേരത്തെ പൊരിച്ച് കോരി മാറ്റി വെച്ചിട്ടുണ്ട്. ആ ചിക്കനും കൂടി ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. ഇത് നന്നായിട്ട് വഴണ്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മുടെ സവോള, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, തക്കാളി എല്ലാം നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില, പുതിനയില എല്ലാം ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ട് വഴണ്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിലേക്ക് കുറച്ച് തൈര് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ തൈരും നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇളക്കി എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യണം. തൈരും നമ്മുടെ മസാലക്കൂട്ടെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് പൊരിച്ച കോഴി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ചിക്കനെല്ലാം നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഈ മസാല എല്ലാം കൂടെ ആയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മൾ പൊരിച്ച ചിക്കനെല്ലാം ആ മസാലയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം മിക്സിങ് പ്രോസസ്സാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ചിക്കൻ ദം ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. ഞാൻ ബസ്മതി റൈസാണ് എടുത്തിരിക്കുന്നത്. ബിരിയാണിക്ക് മസാലയും ചിക്കനും എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആയി വരുന്നുണ്ട്. കണ്ടോ, നമ്മുടെ ബിരിയാണിയുടെ മസാലയെല്ലാം നന്നായിട്ട് റെഡിയായി വരുന്നുണ്ട്. അപ്പോഴേക്കും നമ്മളിവിടെ കുറച്ച് സാധനങ്ങളെല്ലാം പൊരിച്ച് കോരി മരിച്ചിട്ടുണ്ട്. പൈനാപ്പിൾ, മല്ലിയില, ഇതൊക്കെ നമുക്ക് അതിനകത്ത് ഡെക്കറേറ്റ് ചെയ്യാനുള്ളതാണ്. അപ്പം ഇനി ദം ഇടുന്ന പരിപാടിയാണ്. ആദ്യം നമുക്ക് കുറച്ച് ഒരു ലെയർ ചോറ് നമുക്ക് മസാലയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ആ ചോറൊന്ന് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്തെടുക്കണം. ചോറൊന്ന് ലെവൽ ചെയ്തിട്ട് നമുക്കതിലേക്ക് ഡെക്കറേഷൻ ചെയ്ത് കൊടുക്കണം. ചോറ് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്തെടുക്കുവാണ്. ഇനി നമുക്കിതിലേക്ക് ഇത് ഗരം മസാലയാണ്. കുറച്ച് ഗരം മസാല നമുക്കിങ്ങനെ മുകളിലായിട്ട് തൂവി കൊടുക്കണം. പിന്നെ മല്ലിയില, പുതിനയിലയും മല്ലിയിലയും കൂടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന കുറച്ച് പൈനാപ്പിൾ, കുറച്ച് പൊരിച്ച സവോളയാണ്, അതുകൂടി ഇതിൻ്റെ മുകളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മളിടുന്ന നട്ട്സും കിസ്മിസുമാണ്. പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിലേക്ക് കുറച്ച് നെയ്യൊന്ന് തൂവി കൊടുക്കണം. അപ്പം ആ പ്രോസസ്സ് കഴിഞ്ഞ് രണ്ടാം ലെയർ ചോറാണ് നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്നത്. നമുക്ക് 2 ലെയർ ചോറ് ഉള്ളൂന്ന്, കാരണം നമ്മൾ കുറച്ച് ചോറ് മാത്രമേ വെച്ചിട്ടുള്ളൂ. ഞങ്ങൾക്ക് 3 പേർക്ക് മാത്രമുള്ള ചോറാണ് വെച്ചിരിക്കുന്നത്. അത് തന്നെ അധികമാണ് ഞങ്ങൾക്ക്. 2 ലെയർ ചോറും നന്നായിട്ട് ഇട്ട് കൊടുത്ത് ചോറൊക്കെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം. പിന്നെ എൻ്റെ വീഡിയോ നമ്മൾ തുടക്കക്കാരാണ്, ഇഷ്ടപ്പെടുന്നവരെല്ലാം ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, നമ്മളെ സപ്പോർട്ട് ചെയ്യണം. ഇൻഷാ അല്ലാഹ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ അഭിപ്രായങ്ങൾ പറയണം. ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം. ഇപ്പോൾ 2 ലെയർ ചോറും നമ്മൾ ലെവൽ ചെയ്ത് കൊടുത്ത് അതിലേക്ക് കുറച്ച് ഗരം മസാല തൂവി കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കി വന്ന പൈനാപ്പിൾ ഫുള്ളെ നമ്മളതിലേക്ക് ഇട്ടിട്ടുണ്ട്. കുറച്ച് മല്ലിയിലയും പുതിനയിലയും അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ പൊരിച്ച് വെച്ച
ഉള്ളി, നട്ട്സ് ആൻഡ് കിസ്മിസ് ഇത്രയും അതിലേക്ക് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഒരു നെയ്യ് കൂടി തൂവി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ട് ഈ ചോറൊന്ന് നമ്മൾ അതിലേക്ക് വെച്ചൊന്ന് ദമ്മിടണം. നമ്മൾ പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ദമ്മിടാനായിട്ട് ചോറ് വെച്ച് ഇനി ഇതിലേക്കാണെങ്കിൽ നമ്മളൊരു വെയിറ്റ് കൊടുക്കണമല്ലോ, ഒന്ന് ദമ്മാകാൻ വേണ്ടിയിട്ട് നമ്മൾ മുകളിലൊരു വെയിറ്റ് കൊടുക്കണമല്ലോ. അതിന് വേണ്ടിയിട്ട് ഒരു കലം വെള്ളം നിറച്ചിട്ട് അതിലേക്ക്. അപ്പോൾ നമ്മുടെ ദം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ബിരിയാണി, നല്ല സൂപ്പർ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം.